ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്തു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്നും ബിനു ആണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പ്രിയ സിസ്റ്ററിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ജൂൺ മാസം 28 ഈ പ്രിയ സിസ്റ്റർ OIT എക്സാം എഴുതുന്നു. ഒരത്ഭുതകരമായ വിജയം. തൻ്റെ നാളുകളായിട്ടുള്ള പ്രാർത്ഥന തമ്പുരാനെ ഇതിനകത്ത് ഈ മകൾക്ക് വേണ്ടി ഒരു വിടുതൽ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം. അതേപോലെ തന്നെ അടുത്ത പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ കുടുംബമായി അവരെല്ലാം ദൈവത്തെ ആരാധിക്കേണ്ടതിനായി, ദൈവത്തെ സേവിക്കേണ്ടതിനായി, ദൈവത്തെ വിളിക്കേണ്ടതിനായി പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തൻ്റെ മകനിപ്പോൾ +1 അഡ്മിഷൻ ലഭിക്കേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തൻ്റെ മകളിപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് കയറുകയാണ്. നല്ലതുപോലെ പഠിച്ച് വിദ്യാഭ്യാസം പൂർത്തീകരിക്കേണ്ടതിനായിട്ട് 10ാം ക്ലാസ്സിൽ ഉയർന്ന മാർഗോടെ പാസ്സാകേണ്ടതിനായി പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. ഇവർ കുടുംബമായി ഒരുമിച്ച് താമസിക്കാനുള്ള എല്ലാ വഴികളും ദൈവം തുറക്കണം. ഇവർ മുഖാന്തരമാണ് ഇന്നത്തെ എപ്പിസോഡ് കടന്നു പോകുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ചൊന്ന് കണ്ണുകൾ അടയ്ക്കാം. ഈ സഹോദരി അത്ഭുതകരമായി വിജയിക്കേണ്ടതിനായി ഇവരെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കേണ്ടതിനായിട്ട് 20ാം സങ്കീർത്തനം അതിൻ്റെ 4ാമത്തെ ആ വാക്യം പറയുന്നു, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് തരും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വെളിപ്പെടാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രിയ ബിനു സിസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത്ഭുതകരമായ ഒരു വിടുതൽ സംഭവിക്കേണ്ടതിനായി OIT എക്സാമിൻ്റെ മേളിൽ അങ്ങ് ചലിക്കണമേ അപ്പാ. അങ്ങ് കടക്കാരനല്ലല്ലോ അപ്പാ. അങ്ങയുടെ കരം വ്യക്തമായി വെളിപ്പെടുത്തുന്നതിനായി അങ്ങയുടെ അത്ഭുതകരം ഞങ്ങൾ കാണേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ എക്സാമിന് ഈ മകളെ അങ്ങ് പാസ്സാക്കണമേ അപ്പ. അത്ഭുതകരമായി ഉയർച്ച അങ്ങ് കൈമാറണമേ. പ്രത്യേകിച്ചും മകൻ്റെ അഡ്മിഷനായി പ്രാർത്ഥിക്കുന്നു. മകൾ 10ാം ക്ലാസ്സിലോട്ട് വരികയാണല്ലോ അപ്പ. കർത്താവെ, മാനിക്കണമേ അപ്പ. ഒരുമിച്ച് കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇവർ ദൈവത്തെ അറിയണം. ദൈവത്തെ ഒരുമിച്ച് വിളിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്തെ ഇവരെ ഉറപ്പിക്കണമേ അപ്പ. കർത്താവിൻ്റെ സാക്ഷികളായി അങ്ങ് തീർക്കണമേ അപ്പ. യേശുവിൻ്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എന്നെ കാണുന്ന ഓരോ മക്കളെ കൂടെ ഏൽപ്പിക്കുന്നു. തമ്പുരാനെ മാനിക്കണമേ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ പാദപീഠത്തിലോട്ട് ഈ പ്രാർത്ഥനാ വിഷയത്തെ ഞാൻ വെക്കുകയാണ്. സ്വർഗം അത് ചെയ്തതിനായി നന്ദി. ആമേൻ, 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 ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞങ്ങൾ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാരംഭത്തിൽ തന്നെ ഒന്ന് ഓർപ്പിക്കട്ടെ പ്രിയരെ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല. 2012 മുതൽ മീഡിയ മാർഗത്തിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. ഒന്നുകൂടെ ഒരു ആഴം ഓർപ്പിക്കുകയാണ്. ഈ മെസ്സേജ് കാണുന്ന ഓരോ ദൈവമക്കളും നിങ്ങളൊരു ആക്സിഡൻ്റിലെ അല്ല ഇത് കാണുന്നത്. ദൈവത്തിൻ്റെ മുൻനിർണയം നിങ്ങളുടെ മുമ്പിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ചാനൽ മാറ്റാതെ പ്രാർത്ഥനയോടെ ഈ വചന സന്ദേശം ശ്രദ്ധിക്കണം. ദൈവവചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവവചനത്തെ നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെല്ലാൻ കഴിയാത്തടത്ത് ഈ ദൈവവചനത്തിൻ്റെ ശക്തിക്ക് കയറി ചെല്ലുവാൻ കഴിയും. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രാർത്ഥനയ്ക്കും ദൈവവചനത്തിനും എനിക്കും നിങ്ങൾക്കും അസാധ്യമെന്ന് പറയുന്ന എല്ലാ വിഷയത്തിനകത്തും ചലിക്കുവാൻ കഴിയും. പത്രോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ ആ രാത്രി അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹെരോദാവിൻ്റെ കാരാഗ്രഹത്തിൽ സഭയിൽ കൂടി വരുന്നവർക്ക് ചെല്ലാൻ കഴിയത്തില്ലെങ്കിലും ദൈവത്തിൻ്റെ ദൂതന് അവിടെ ഇറങ്ങാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതേപോലെ തന്നെ 147-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നു, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അവൻ്റെ വചനം അതിവേഗം ഓടുന്നു. എന്നെ കേൾക്കുന്നവരെ, പ്രകാശരശ്മിയാണ് ഈ ഭൂമിയിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നതെന്ന എൻ്റെ അറിവ്. പക്ഷേ അതിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്നതാ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ആ വചനത്തെ ഒന്ന് റിസീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഈ വചനം വാതിൽ തുറക്കും. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും എൻ്റെ വചനത്തെ കാത്തു, എൻ്റെ നാമത്തെ നിഷേധിച്ചതുമില്ല. എന്നെ കേൾക്കുന്നവരെ, വചനത്തിന് വേണ്ടി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, വചനത്തിന് വേണ്ടി ഉറപ്പോടെ നിൽക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ തമ്പുരാൻ ആർക്കും അടയ്ക്കാൻ പറ്റാത്തൊരു വാതിൽ നിനക്ക് വേണ്ടി തുറക്കും. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. പിതാവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിൻ്റെ പ്രത്യേകത, അത് അയക്കപ്പെടുന്ന വചനമാണ്. അത് അതിൻ്റെ ഇഷ്ടം തികച്ച്
അതിൻ്റെ കാര്യം സാധിപ്പിച്ചിട്ട് മാത്രമേ മടങ്ങിപ്പോകത്തുള്ളൂ. എങ്കിൽ ഈ 20 മിനിറ്റ് നിങ്ങൾ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അയക്കപ്പെട്ട വചനം വലിയ 2 കാര്യങ്ങൾ ചെയ്യും. 1, വചനത്തിൻ്റെ ഇഷ്ടം നിങ്ങളിൽ നിവർത്തിക്കപ്പെടും. 2, അയച്ച കാര്യം സാധിക്കും. ഒന്നുകൂടെ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പദം വ്യക്തമായി വിളിച്ചു പറയാം. 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും വെളിപ്പെടാത്ത വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ കരകയറാൻ പറ്റാത്ത അനുഭവത്തിലാണ്. ഇനി ഈ രോഗം എന്നിൽ നിന്ന് മാറത്തില്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വചനത്തിന് മാറ്റമില്ലാത്തതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ച് അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കാൽവരി ക്രൂശിൽ വെളിപ്പെട്ട വലിയ സ്നേഹം എന്നെയും നിങ്ങളെ മാറ്റിമറിക്കുവാൻ പോവുകയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വചനത്തിന് മാറാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക, വചനം അയച്ച കാര്യം നിവർത്തിച്ചിരിക്കും, അയച്ച കാര്യം സാധിപ്പിക്കും. കർത്താവെ, എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ്. ആ നിലയിൽ ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ദൈവത്തിൻ്റെ കരുണയ്ക്കായി നമുക്ക് ഒരുമിച്ച് അപേക്ഷിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ കരുണയാണ് ഒരു മനുഷ്യനെ വ്യത്യസ്തമാക്കി തീർക്കാൻ പോകുന്നത്. ഇതിൻ്റെ ആഴത്തെക്കുറിച്ച് നിങ്ങൾ കേൾക്കുവാൻ പോവുകയാണ്. നല്ലൊരു ഇരിപ്പിടം ഉറപ്പാക്കി പ്രാർത്ഥനയോടെ ഈ വചന സന്ദേശം നിങ്ങൾ കേൾക്കണം. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമാണ് നമ്മൾ കുറിവാക്യമായി ചിന്തിക്കുന്നത്. വാക്യത്തിനകത്തോട്ട്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. പ്രിയരേ, ഈ വചനത്തിനകത്ത് 2 കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്ന്, കരുണ പ്രാപിപ്പാനും തക്ക സമയത്തുള്ള കൃപ പ്രാപിപ്പാനുമായിട്ട്. നാം ഈ കാലഘട്ടങ്ങൾ നോക്കിയാൽ കരുണയും കൃപയും ഒരേ നിലയിൽ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. പക്ഷേ ഈ വാക്യം ശ്രദ്ധിക്കുമ്പോൾ ഈ ഒറ്റ പദത്തിനകത്ത് 2 കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത് 2 വ്യത്യസ്തമാണെന്ന് നാം തിരിച്ചറിയുന്നു. എൻ്റെ അറിവിൽ, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് വെളിപ്പെട്ട സത്യം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം. കൃപ എന്ന് പറയുന്നത് അർഹതയില്ലാത്തതിനെ യേശുക്രിസ്തുവിലൂടെ എനിക്ക് ദാനം ലഭിക്കുന്നതാണ് കൃപ എന്ന് ഞാനും നിങ്ങളും വിശേഷിപ്പിക്കുന്നത്. അർഹതയില്ലാത്ത പൊസിഷനിലേക്ക്, അർഹതയില്ലാത്ത അനുഗ്രഹത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മുഖാന്തരം നീ ഇതാ യോഗ്യമായി തീരുകയാണ്. ഇതിനെയാണ് കൃപ എന്ന് പറയുന്നത്. എന്നാൽ കരുണ വ്യത്യസ്തമാണ്. കരുണയെക്കുറിച്ച് നിങ്ങൾക്ക് ആഴം മനസ്സിലാകേണ്ടത് ആവശ്യമാണ്. കരുണ എല്ലാ മേഖലയിലും ചലിക്കുന്നതല്ല. കരുണയെക്കുറിച്ച് ഒന്നുകൂടെ നോക്കിയാൽ മലയാളികൾക്ക് മനസ്സിലാകേണ്ടതിന് കരുണ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വേർഡിൽ മേഴ്സി എന്നാണ്, കൃപ എന്ന് പറയുന്നത് ഗ്രേസ് എന്നാണ്. ഈ 2 പദവും ഇംഗ്ലീഷിൽ വ്യക്തമാക്കിയാൽ ഇംഗ്ലീഷ് നോക്കുന്നവർക്ക് അത് വ്യത്യസ്തമാണെന്നുള്ളത് മനസ്സിലാകും. എന്നാൽ മലയാളം വേർഡിനകത്ത് നിങ്ങൾ തിരിച്ചറിയേണ്ടത് കരുണ എന്നുള്ള വേർഡ് ലീഗൽ പദമായി ഉപയോഗിക്കുന്നതാണ്. സാധാരണ മലയാളികൾ ഉപയോഗിക്കാത്തതും അറിയാം, കോടതി റൂമുകളിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നുവെന്നാണ് കരുണ എന്ന് പറയുന്നത്. കരുണയെക്കുറിച്ച് ഒന്നുകൂടെ ഒരു ആഴം നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതിന് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാൻ പോവുകയാണ്. ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്തതിൽ പിടിക്കപ്പെട്ടു. ഹൈക്കോടതിയും സുപ്രീം കോടതിയും എന്ന് വെച്ചാൽ മേൽക്കോടതിയും കീഴ്ക്കോടതിയും ഒരേപോലെ അവൻ തെറ്റുകാരനെന്ന് വിധിച്ചു. ഇനി ആ വ്യക്തിയുടെ മുമ്പിൽ എല്ലാ വാതിലും അടഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. എന്നാൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു അവസരം കൂടെ ആ മനുഷ്യനുണ്ട്. തൻ്റെ സാഹചര്യം മനസ്സിലാക്കി, തൻ്റെ കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കി, താൻ തെറ്റുകാരനെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഉയർന്ന നിലയിൽ നിൽക്കുന്ന അധികാരിക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റിനോ ആ നിലയിൽ പൊസിഷനുകളുള്ള ഒരു വ്യക്തിക്ക് ദയാഹർജിക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി താൻ ഒരു അപേക്ഷ കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥിതി ഇതാണ്, എൻ്റെ മക്കളുടെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നോട് ഒന്ന് കരുണ കാണിക്കണം, എൻ്റെ ഈ ശിക്ഷയ്ക്കകത്ത് ഒരു ഇളവ് തരണമെന്ന് പറഞ്ഞുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു തലമുണ്ട്. ആ തലമാണ് നാം ഇന്ത്യയിൽ കാണുന്നത്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇതേപോലെ വലിയവനായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് സാഹചര്യം എല്ലാം അവസാനിച്ചു, ഇനി മുമ്പോട്ടൊരു വഴിയില്ല, എൻ്റെ ജീവിതത്തിനകത്ത് എല്ലാം തീർന്നു, എൻ്റെ തലമുറയുടെ വഴി അടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗീയ കോടതിയുടെ മുമ്പിലേക്ക് നിനക്ക് കരുണയ്ക്ക് വേണ്ടി അടുത്തു വരാൻ കഴിയും. കരുണ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങളെ കൊണ്ടുവരും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇനി കരുണയെക്കുറിച്ചുള്ള ചില വേടുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ പോവുകയാണ്. നമ്മുടെ ദൈവം ഭയങ്കര മനസ്സടിവുള്ളവനാണ് കേട്ടോ. മഹാദയുള്ള ദൈവമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. നയീലിലെ വിധവയെ നോക്കിയാൽ അവളുടെ ഭർത്താവ് മരണപ്പെട്ടു. ഇതാ അവൾ ജീവിച്ചിരുന്നത് തൻ്റെ ഏക മകന് വേണ്ടിയാണ്. അവനും തന്നെ വിട്ട് മരണപ്പെടുകയാണ്. ഇനി ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നയീലിലെ വിധവ ഇതാ നിലവിളിച്ചുകൊണ്ട് പട്ടണത്തിൻ്റെ വാതിലിനോട് അടുക്കുകയാണ്. ആ സമയത്ത് എൻ്റെ കർത്താവ് അവളെ കണ്ട് മനസ്സലിഞ്ഞുകൊണ്ട് അടുത്തു വന്ന് അവളോട് പറയാണ്, ഇനി നീ കരയണ്ട എന്ന് പറഞ്ഞു. ആ ശവമഞ്ചത്തിൽ തൊടുന്ന ആ സെക്കൻഡിൽ ചുമന്നവർ നിന്നു,
മരിച്ചവൻ എഴുന്നേറ്റിരിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞാലും മഹാദയാലുവായ കർത്താവ്, നമ്മുടെ കർത്താവ് ആരാണ് എന്ന് എനിക്ക് നിങ്ങൾക്കൊന്ന് മനസ്സിലായാൽ ഈ സ്വർഗീയ കോടതിയിലേക്ക് അല്ലെങ്കിൽ കൃപാസനത്തിനടുക്കിലേക്ക് കയറി ചെല്ലാൻ പറ്റുമെങ്കിൽ, ക്രൂശിലൂടെയാണ് എനിക്കും നിങ്ങൾക്കും ഈ പദവി ലഭിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ആലയത്തിൻ്റെ തിരശീല മുകളിൽ നിന്ന് താഴോട്ട് കീറിപ്പോയി. ആ സമയം മുതൽ ആണ്ടിലൊരു പ്രാവശ്യം മാത്രം പുരോഹിതന് കയറി ചെല്ലാവുന്ന സ്ഥലത്ത് ഇതാ എനിക്കും നിങ്ങൾക്കും പ്രവേശനം ലഭിക്കുകയാണ്. അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും കണ്ണുനീരോടെ കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് വാദിക്കാനല്ല കയറി ചെല്ലുന്നത് കേട്ടോ. ഇതാണ് ഞാനും നിങ്ങളും അറിയേണ്ടത്. ഞാനും നിങ്ങളും വാദിക്കാനല്ല ചെല്ലുന്നത്, പ്രാർത്ഥനയോടെ കണ്ണുനീരോടെ എൻ്റെ ഈ വിഷയത്തിനകത്ത് വലിയവനായ ദൈവമേ അപ്പാ അങ്ങ് ഇടപെടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ വഴിത്തിരിവുകൾ സംഭവിക്കും. ഞാൻ ആഴങ്ങൾ ഒന്ന് നിങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്താൻ പോവുകയാണ്. നമ്മുടെ ദൈവം ആരാം ഈ പ്രാരംഭത്തിൽ ഒന്ന് അറിയണം. 86-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക്, കർത്താവേ നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലു ആകുന്നു. നമ്മുടെ വലിയവനായ ദൈവത്തെക്കുറിച്ച് പറയുന്നൊരു പദമാണ്, നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും നീ മഹാദയാലുവാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളോടും എന്നോടും കർത്താവ് മഹാദയാലുവാണ്. മഹാദയാലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ദൈവമല്ല കേട്ടോ. എല്ലാം തീർന്നെന്ന് പറഞ്ഞാലും അവിടെ നിന്നൊന്ന് പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവത്തിന് മനസ്സലിയാൻ പറ്റും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കും. ജീവിതത്തിനകത്ത് ഒത്തിരി പ്രാവശ്യം ഞാനിത് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ജീവിതത്തിനകത്ത് കഴിഞ്ഞ 23 വർഷമായി സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. 1998 ഓഗസ്റ്റ് മാസമാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നതും സ്നാനപ്പെടുന്നതും. അവിടെ തുടങ്ങി 2001 വരെയും അറിയാം സുവിശേഷത്തിൻ്റെ ദാഹത്തിൽ പഠിക്കുകയും അറിയാം അസിസ്റ്റൻ്റായിട്ട് ദൈവവേല ചെയ്യുകയൊക്കെ ചെയ്തു. 2002 മുതൽ ഇതുവരെ നോക്കിയാൽ ആരംഭം മുതൽ ചെറുതായി പ്രസംഗിച്ചു തുടങ്ങി 2012 വന്നപ്പോൾ ദൈവകൃപയാൽ വലിയ സ്റ്റേജുകളിൽ നിൽക്കാൻ സ്വർഗം സഹായിച്ചു. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ കരുണയാണ് നമ്മെ നടത്തുന്നത്. ദൈവത്തിൻ്റെ കരുണ ഒരാളെ വളർത്തുമാറാക്കും. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, കരുണ ഒരുത്തൻ്റെ മേളിൽ അളവില്ലാതെ വെളിപ്പെട്ടാൽ, ദൈവത്തിൻ്റെ കരുണയാണ് ദാവീദിൻ്റെ മേളിൽ വെളിപ്പെട്ടത് കേട്ടോ. ദാവീദാണ് ഈ കരുണയെക്കുറിച്ച് ഏറ്റവും വലിയ ആഴങ്ങൾ വെളിപ്പെടുത്തുന്നത്. കാട്ടിൽ കിടന്നവനെ വിളിച്ച് കരുണയാൽ രാജാവാക്കിയ വലിയ പദവി നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ നിങ്ങളും ഈ മിനിറ്റ് മുതൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കരുണയുള്ളവനോട് മത്സരിക്കാൻ നിൽക്കരുത് കേട്ടോ, അവനെ നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സമയത്ത് മുതൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ജീവിതത്തിനകത്ത് ഒത്തിരി പ്രാവശ്യം വഴി അടഞ്ഞെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവിടെ എല്ലാം കണ്ണുനീരോടെ അപ്പാ കരുണയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച സമയത്തെല്ലാം ദൈവം നേരിട്ടിറങ്ങി വന്ന അത്ഭുതങ്ങൾ ചെയ്തതായി കാണുകയാണ്. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ചില കുടുംബങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, തീരാൻ പോവുകയല്ല, വലിയ സാധ്യതകൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. പ്രാർത്ഥനയ്ക്ക് വിളിക്കാൻ പറ്റുന്നൊരു മുഴുവൻ വിളിക്കണം. അസാധാരണമായ ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വഴികളെ തുറന്നു വരാൻ പോവുകയാണ്. എനിക്ക് സാക്ഷ്യങ്ങൾ പറയാനാണെങ്കിൽ അതിന് മാത്രമേ സമയം കാണത്തുള്ളൂ. ജീവിതത്തിനകത്ത് വലിയ വിടുതലുകൾ ഈ സമയത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. കരുണ എന്ന് പറയുന്ന ഒരു അസാധാരണ പദവിയാണ്. ആ കരുണയാൽ ഒരു വാതിൽ തുറന്നാൽ ഈ ലോകത്തിൽ ആർക്കും പിന്നെ ആ വാതിൽ അടയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. ആ നിലയിൽ നമ്മുടെ ദൈവം കരുണാലുവാണ്. ആ നിലയിലൊന്ന് ശ്രദ്ധിക്കുന്നതിനോട് 86-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം കൂടെ, നീയോ കർത്താവേ കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ തന്നെ. ഈ വാക്യം കൂടെ ശ്രദ്ധിക്കുമ്പോൾ ദാവീദ് ഒരു സങ്കീർത്തനത്തിനകത്ത് തന്നെ മഹാദയുള്ളവനെന്ന് വ്യക്തമായി പറയാണ്. ദാവീദിൻ്റെ ആ ചിന്തകളൊന്ന് ശ്രദ്ധിച്ചാൽ 136-ാം സങ്കീർത്തനം ദയയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കരുണയ്ക്ക് വേണ്ടിയുള്ള സങ്കീർത്തനമാകും. 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ മുഴുവൻ കരുണയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം ഭയങ്കര ദയവ് കാണിക്കുന്നവനാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വലിപ്പം തിരിച്ചറിയത്തുള്ളൂ. ദാവീദ് പറയുന്ന ഒരു പദം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. 6-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം, യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാക്കണമേ. യഹോവേ എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. ദാവീദ് പറയുന്ന പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ദാവീദ് പറയാണ്, ഞാൻ തളർന്നിരിക്കുകയാണ്, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ അസ്ഥികളെ നീ സൗഖ്യമാക്കണമെന്ന് വ്യക്തമായി പറയുകയാണ്. ഈ സമയത്ത് എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. തളർന്നുപോയ മേഖലകളിൽ തമ്പുരാനെ എന്നോട് കരുണ കാണിക്കണമേ. നിങ്ങൾ ശത്രുക്കൾ നിമിത്തം നിങ്ങൾ മുമ്പോട്ട് പോകാൻ കഴിയാത്ത അനുഭവത്തിലാണോ? അതിനകത്ത് നമുക്ക് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. 9-ാം സങ്കീർത്തനം അതിൻ്റെ 13-ാമത്തെ വാക്യം, യഹോവേ എന്നോട് കരുണയുണ്ടാകണമേ, മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. ദാവീദ് ഈ വാക്യത്തിനകത്ത് വ്യക്തമായിട്ട് പറയുകയാണ്,
എന്നോട് കരുണയുണ്ടാകണമേ. മരണവാദികളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കണമേ. എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടങ്ങളെ നീ ഒന്ന് നോക്കണമേ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ കരുണ ഒരുത്തൻ്റെ മേളിൽ വെളിപ്പെട്ടാൽ ശത്രുത അവസാനിക്കും കേട്ടോ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, നിൻ്റെ കരുണ അളവില്ലാതെ എൻ്റെ മേളിൽ പകരണമേ. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നിൻ്റെ കരുണയാൽ എനിക്കൊരു മറുപടി തരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ മിനിറ്റിൽ പ്രാർത്ഥിക്കണം. കാരണം ഇനി അങ്ങോട്ട് കരുണയാൽ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന ആഴങ്ങളെക്കുറിച്ചൊന്ന് പറയാൻ പോവുകയാണ്. കാരണം നമ്മുടെ കർത്താവ് മഹാദയാലുവാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ കുതിരപ്പുറത്ത് അടുക്കുന്ന ശൗലിനെ ദൈവം സ്പർശിക്കുകയാണ്. ആ കുതിരയുടെ മുകളിൽ താഴെ വീണ് എഴുന്നേൽക്കുന്ന ശൗലി ചോദിക്കുന്നു, നീ ആരാകുന്നു കർത്താവേ? അവിടുന്ന് യേശു മറുപടി പറയാണ്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു. ഉപദ്രവിയായ ശൗലിനെ ഉപദേശിയാക്കുന്ന ദൈവത്തിൻ്റെ കരം നമുക്ക് കാണാൻ പറ്റും. കാരണം അവൻ മഹാദയാലുവാണ്. നിങ്ങളുടെ സ്ഥിതികളെ ദൈവത്തിന് മാറ്റാൻ പറ്റും. ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം, നിന്റെ മഹാദയയ്ക്ക് തക്കവണ്ണം മിസ്രയീം മുതൽ ഇവിടെ വരെ ഈ ജനത്തോട് നീ ക്ഷമിച്ചതുപോലെ ഈ ജനത്തിന്റെ അകൃത്യം ക്ഷമിക്കണമേ. അതിനെ യഹോവ അരുളി ചെയ്തത്, നിന്റെ അപേക്ഷ പ്രകാരം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മോശ ദൈവത്തിനും ഇസ്രായേൽ മക്കളുടെ നടുവിലും ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, നിന്റെ മഹാദയയ്ക്ക് തക്കവണ്ണം ഈ ജനത്തോട് ക്ഷമിക്കണം. ഇസ്രായേൽ മക്കളെ നശിപ്പിച്ചു കളയുമെന്ന് ദൈവം പറയുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്നൊരു ഭക്തൻ നിലവിളിക്കുകയാണ്, നിന്റെ മഹാദയയ്ക്ക് തക്കവണ്ണം ഈ ജനത്തോട് ക്ഷമിക്കണമേ. നമ്മുടെ ദൈവം ക്ഷമിക്കുന്നവനാണ്. നമ്മുടെ ദൈവം അസാധാരണമായ മനസ്സലിവ് കാണിക്കുന്നവനാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. ഈ സ്നേഹത്തിന്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ക്രൂശിൽ കാണിച്ച സ്നേഹമാണ് കർത്താവ് നമുക്ക് തന്ന വില. ഞാൻ നിങ്ങളും രക്ഷിക്കപ്പെടുവാൻ എൻ്റെ ദൈവം ഒരു ഭയങ്കര കരുണ കാണിച്ചു കേട്ടോ. ആ കരുണയിൽ ഇന്ന് എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം, അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നമ്മുടെ ഒരു നീതിപ്രവൃത്തിയും കൊണ്ടല്ല നാം രക്ഷിക്കപ്പെട്ടത്. കർത്താവിൻ്റെ കരുണയാണ്. ആ കരുണയാണ് എന്നെ തേടി വന്നത്. ആ സ്നേഹമാണ് എന്നെ തേടി വന്നത്. ആ സ്നേഹത്തിൻ്റെ ആഴമൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ആ സ്നേഹമാണ് ഓരോ ദിവസവും നമ്മെ നടത്താൻ പോകുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ സ്നേഹത്തെക്കുറിച്ച് 117-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം സങ്കീർത്തനക്കാരൻ പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മോടുള്ള അവൻ്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്, യഹോവയെ സ്തുതിക്കുവിൻ. എന്നെ കേൾക്കുന്നവരെ, നമ്മോടുള്ള ദയ ഭയങ്കര വലുതാണ്. യഹോവയുടെ വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. വലിയ ദയ എന്നോട് നിങ്ങളോട് കാണിക്കുന്നത്. ആ ദയയിലാണ്, ആ കരുണയിലാണ് കർത്താവ് നമ്മെ രക്ഷിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ മേഴ്സിക്കായിട്ട് ഒരുമിച്ച് എത്ര പേരൊന്ന് നന്ദി പറയും. കർത്താവെ, എന്നോട് കാണിച്ച കരുണയ്ക്കായി, എൻ്റെ തലമുറയോട്, എൻ്റെ കുടുംബത്തോട് കാണിച്ച കരുണയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. നിങ്ങൾ നോക്കെ, വിലാപങ്ങളുടെ പുസ്തകം ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ കരുണയുടെ വലിയ ആഴം കാണാൻ പറ്റും കേട്ടോ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങൾ, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലുതും ആകുന്നു. എന്നെ കേൾക്കുന്നവരെ, നാം മുടിഞ്ഞു പോകാത്തത് ദൈവത്തിൻ്റെ കരുണയാ. അത് രാവിലെ തോറും പുതിയതും അവൻ്റെ വിശ്വസ്തത വലുതുമായി തീരുകയാണ്. എന്നെ കേൾക്കുന്ന എത്ര പേർ ഈ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും? ഏതെല്ലാം നിലയിൽ ഞാൻ നിങ്ങളും അവസാനിക്കണമെന്ന് ശത്രു ആഗ്രഹിച്ചാലും ദൈവത്തിൻ്റെ കരുണ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നു. ഈ കരുണയെക്കുറിച്ച്, ഈ ദയയെക്കുറിച്ചുള്ള ആഴം യേശയ്യാവ് പറയുന്നത് 54-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ നോക്കണേ, മാറത്തിൽ എന്ന് പറയുന്ന വലിയ 2 കാര്യങ്ങളാണ് അവിടെ മാറുമെന്ന് പറയുന്നു. ഒന്ന്, പർവ്വതങ്ങൾ മാറിപ്പോകും. 2, കുന്നുകൾ. പർവ്വതം മാറുമെന്ന് എനിക്ക് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? കുന്നുകൾ നീങ്ങിപ്പോകും. പക്ഷേ എൻ്റെ തമ്പുരാൻ പറയും, ഈ മാറത്തിൽ എന്ന് പറയുന്ന ഈ 2 കാര്യങ്ങൾ മാറിയാലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറത്തില്ല കേട്ടോ. എൻ്റെ ദൈവം കരുണയോടെ എന്നെയും നിങ്ങളെയും ഓർക്കുന്നവനാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കർത്താവെ, നിൻ്റെ അളവില്ലാത്ത ദയക്കായി ഈ മിനിറ്റുകളൊന്നും നന്ദി പറയാൻ പറ്റുന്നവർ ഞാൻ ആഴമായി വിളിച്ചു പറയുകയാണ്. നമ്മളൊരു പരീക്ഷ ഭക്തനെ പോലെ ആയിത്തീരരുത്. നമ്മൾ പലതും ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ആഴ്ചയിൽ ഇത്ര ദിവസം ഉപവസിച്ചു, ഞാൻ ഇതെല്ലാം പ്രാർത്ഥിച്ചു, എനിക്ക് മാത്രം വിടുതലില്ലോ. അങ്ങനെ നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. കരുണയുടെ, പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ തലം നാം തിരിച്ചറിയാൻ പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 14 വാക്യങ്ങൾ വേഗത്തിലൊന്ന് ചിന്തിക്കുക. 2 മനുഷ്യർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയി, ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. 11-ാമത്തെ വാക്യം, പരീശൻ നിന്നുകൊണ്ട് തന്നോട്, ദൈവമേ, പിടിച്ചു പറിക്കാൻ നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം
മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായക കൊണ്ട് നിന്നെ വാഴ്ത്തുന്നു. 12-ാമത്തെ വാക്യം, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിനൊക്കെയും പതാരം കൊടുക്കുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. 13-ാമത്തെ വാക്യം, ചുങ്കക്കാരനോ ദൂരത്ത് നിന്ന് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. 14-ാമത്തെ വാക്യം, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ 2 വ്യക്തികളെ വ്യക്തമായി പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദാഹരണമായി കാണിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും തന്നെത്താനെ ഉയർത്തിക്കൊണ്ട് കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലരുത്. കാരണം നമ്മുടെ ദൈവത്തെ പോലെ ഉന്നതനായ വേറൊരാളില്ല. എൻ്റെ ദൈവത്തോട് ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്തു, ഇന്നെല്ലാം കാത്തിരിക്കുന്നു എന്നൊന്നും പറഞ്ഞുകൊണ്ട് ചെല്ലരുത്. കർത്താവേ എന്നോട് കരുണ കാണിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. കാരണം കർത്താവിൻ്റെ കരുണയാലാണ്, അവൻ്റെ രക്തത്താലാണ് എന്നെ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. ആ പദവിക്കനുസരിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് കൃപാസനത്തിനടുത്തോട്ട് ചെന്ന് എത്ര വൈകിയാലും, എത്ര നീണ്ടാലും, എത്ര താമസിച്ചാലും തമ്പുരാനെ നിൻ്റെ കരുണ എൻ്റെ വെളിയിൽ വെളിപ്പെടുത്തണമെന്നൊന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം മനസ്സലിയും കേട്ടോ. ആ മനസ്സലിയുന്ന തലത്തിൽ നിന്നുകൊണ്ട് ഇനി അങ്ങോട്ട് ചില കാര്യങ്ങളൊന്ന് തൊടുകയാണ്. ആർക്ക് വേണ്ടിയാണ് ദൈവം കരുണ കാണിക്കാൻ പോകുന്നത്? നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ ഭയങ്കരമായ കരുണ ഇതാ നിൻ്റെ വെളിയിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഞാൻ വിളിച്ചു പറയാം, പരീക്ഷ ഭക്തിയുമായിട്ട് അടുക്കുന്നവർ ഒരുപക്ഷെ ഉയർന്ന തലങ്ങളിലേക്ക് പോകണമെന്നില്ല. എന്നാൽ ഓരോ ദിവസവും ആ പാദപീഠത്തിൽ മുറുകെ പിടിക്കുന്ന കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നവൻ അളവില്ലാതെ ദൈവം കരം പിടിച്ചുയർത്തുന്നത് കാണാൻ പറ്റും. ആ നിലയിൽ റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യം നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. 15-16 വാക്യങ്ങൾ. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരുളി ചെയ്തു. 16-ാമത്തെ വാക്യം, അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താലത്രേ സകലതും സാധിക്കുന്നത്. മോശയോട് ദൈവം പറയാണ്, എനിക്ക് കരുണ തോന്നുന്നവനോട് അങ്ങ് തോന്നിയിരിക്കും. ഹല്ലേലൂയ. ഇതേപോലെ 16-ാമത്തെ വാക്യം പറയുക, ഓടുന്നവനാലുമല്ല ഇച്ഛിക്കുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലതും സാധിക്കുന്നത്. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് സകലതും സാധിക്കുന്നത് ദൈവം ചലിക്കുമ്പോഴാണ്, ദൈവത്തിൻ്റെ കരം ചലിക്കുമ്പോഴാണ്. നിങ്ങൾ എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വിശ്വസിക്കുന്നു, കർത്താവെ നിൻ്റെ കരുണയ്ക്ക് എന്നെ യോഗ്യനാക്കണമേ? ഈ നിലയിൽ 4 തലത്തിൽ കരുണ ലഭിക്കുന്നവരെ കുറിച്ച് ഞാൻ വേഗത്തിലൊന്ന് പറയാൻ പോവുകയാണ്. ഇതേ അധ്യായം, റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം, 1-ാമത്തെ തലം. അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവനെ അവൻ കഠിനനാക്കുന്നു. 1-ാമത്തെ മേഖല, ദൈവത്തിന് മനസ്സലിവ് തോന്നുന്നവരോട് ദൈവം കരുണ കാണിച്ചിരിക്കും. എത്ര പേർ ഈ മനസ്സലിവിന് വേണ്ടി പ്രാർത്ഥിക്കും? തമ്പുരാനെ അങ്ങയുടെ കരുണ എൻ്റെ മുന്നിൽ ഒന്ന് വെളിപ്പെടുത്തണമേ. 2-ാമത്തത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാമത്തെ വാക്യമാണ്. എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. 2-ാമത്തത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതിന് വേണ്ടി ദൈവം 1000 തലമുറ വരെയും ദൈവത്തിൻ്റെ ദയവ് കാണിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കര ഉയർത്തിപ്പിടിച്ച്, കർത്താവെ ഈ ലോകത്തിൽ അങ്ങേക്കാൾ വലുതായി ഒന്നിനെ ഞാൻ കാണുന്നില്ല, എൻ്റെ സ്നേഹം നിനക്ക് വേണ്ടിയുള്ളതാണെന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് തീരുമാനത്തോടെ പറഞ്ഞാട്ടെ. 3-ാമത്തെ ചിന്തയിലേക്ക് വരികയാണ്. 103-ാം സങ്കീർത്തനം അതിൻ്റെ 17-18 വാക്യങ്ങൾ. യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. 18-ാമത്തെ വാക്യം, അവൻ്റെ നിയമത്തെ പ്രമാണിക്കുകയും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. അവൻ്റെ നിയമത്തെ ഓർക്കുകയും അവൻ്റെ പ്രമാണത്തെ ആചരിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം എന്നും എന്നേക്കും അവൻ്റെ ദയ വെളിപ്പെടുത്തും. അവൻ്റെ നീതി അവൻ്റെ മക്കളുടെ മക്കളിലേക്കും വെളിപ്പെടുത്തുമെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും തീരാത്ത ഒരു ദയ. ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി നിൽക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, 1, മനസ്സലിവുള്ളവനോട് ദൈവം കരുണ കാണിക്കും. 2, അവനെ സ്നേഹിക്കുന്നവരോട് അവൻ കരുണ കാണിക്കും. 3, അവൻ്റെ വചനത്തെ പ്രമാണിക്കുന്ന, അവൻ്റെ ചട്ടങ്ങളെ ആചരിക്കുന്നവനോട് മക്കളുടെ മക്കൾക്കും ആ ദയ അല്ലെങ്കിൽ ആ കരുണ വെളിപ്പെട്ടു വരുന്നത് കാണാൻ പറ്റും. 4-ാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നാം കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 50-ാമത്തെ വാക്യം. അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക്, 4-ാമത്തെ ചിന്ത, ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയായി. എന്നെ കേൾക്കുന്നവരെ, തീരാത്ത കരുണയ്ക്കായി എൻ്റെ കൂടെ എത്ര പേർ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ ഈ വചന സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അനേകരുണ്ടല്ലോ.
അവരുടെ മേളിലേക്ക് കരുണ അധികമായി ചൊരിയേണ്ടതിനായി, ഈ പ്രസംഗിച്ച് എൻ്റെ മേളിലേക്ക് അധികമായി ചൊരിയേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, തടസ്സങ്ങൾ ജീവിതത്തിൽ കാണുന്ന, മുമ്പോട്ട് പോകാൻ കഴിയാത്ത അനുഭവങ്ങളുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായി വിളിക്കണം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണ അളവില്ലാതെ ചൊരിയും കേട്ടോ. നിങ്ങൾ വിശ്വാസത്തോടെ ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ വചനത്തിന് വേണ്ടി, നിങ്ങൾക്ക് ഈ വചനം കേട്ടത് മിസ്സാകുന്നു എന്ന് തോന്നിയാൽ പാസ്റ്റർ റോയ് ഹെൻറി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വചനം ഇതിനകത്ത് അപ്ലോഡാകും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ ദൈവം ചെയ്യട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് 2 വർഷമായിട്ട് ബ്ലീഡിങ് ഇങ്ങനെ പോവും വരും, അങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഞാനൊരു ഡോക്ടറെ ഇപ്പോൾ പോയി കണ്ടപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ എനിക്ക് ബ്ലീഡിങ് നിൽക്കും പിന്നെയും വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ഒരു ചെറിയ മുഴയായിട്ട് എന്നെ യൂട്രസിലല്ല അല്ലാതെ കണ്ട്, അപ്പോൾ ആ മുഴ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ യൂട്രസ് കൊടുക്കുമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് ഡോക്ടർ. അങ്ങനെ എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചേക്കാം. പക്ഷേ യൂട്രസ് എടുത്തില്ല. അത് ബയോപ്സിക്ക് അയച്ചു. പക്ഷേ അത് ഒരു റിസൾട്ട് നോർമലായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അത് നോർമലായിട്ട് വന്നു. പാസ്റ്ററും കുടുംബത്തിനും ദൈവത്തിനും 1000 നന്ദി. ആമേൻ, ആമേൻ. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കുടുംബം നമുക്ക് വലിയ അനുഗ്രഹമാണ്. കണ്ടുകൊണ്ട് നടക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ദൈവകരുണയ്ക്കായി അടുക്കുകയാണ്. ജീവിതത്തിനകത്ത് എങ്ങും എത്താതെ അനേകരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പാ, ഞങ്ങൾ ആ പാതപിടത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ആ കരുണയ്ക്കായി അപേക്ഷിക്കുകയാണ്. ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ അപ്പാ. ഇന്നെന്നെ കാണുന്ന അനേകരുണ്ടല്ലോ അപ്പാ, ജീവിതത്തിനകത്ത് ബിസിനസ് തകർന്നു പോയി, രോഗത്താൽ ഭാരപ്പെടുന്നവർ, കുടുംബം തകർന്നു പോയവർ, അവരെല്ലാം തലമുറയുടെ വഴികൾ അടഞ്ഞവർ, ഞങ്ങൾ ഒരുമിച്ച് ഇവർക്കായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അത്ഭുതകരമായ ഞങ്ങളുടെ കരുണ ഈ മക്കളുടെ മേലേക്ക് തുറക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ കരുണയുടെ ശക്തി വെളിപ്പെടുത്തണമേ. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കരം ഇവരുടെ മേളിൽ വരണമേ അപ്പാ. ഞാൻ ഒരിക്കൽ കൂടെ താഴ്ത്തി പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാകട്ടെ, ഇതൊരു ദൈവപ്രവൃത്തിയുടെ സമയമാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ ഉറപ്പായി നിങ്ങൾ വിളിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വലിയ വാതിലുകൾ തുറക്കേണ്ടതിനായി, വലിയ ദൈവപ്രവൃത്തിക്കായി നമുക്ക് ഒരുങ്ങാം. ദൈവം നിങ്ങൾക്ക് വേണ്ടി അധികമായി കാര്യങ്ങൾ ചെയ്യട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. എങ്കിൽ കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.